100ാമത് സിനിമാ പ്രദർശനത്തിന്റെ നിറവിൽ കോലഴി ഗ്രാമീണ വായനശാലയുടെ സിനിമാ കൊട്ടക. മലയാളം സബ് ടൈറ്റിലൂടെയുള്ള സൗജന്യ സിനിമാ പ്രദർശനത്തിന് 10 ആണ്ട് തികയുന്നു. മാസത്തിലെ ഒരു ഞായറാഴ്ച കോലഴി ഗ്രാമീണ വായനശാല ഒരു സിനിമാ കൊട്ടകയായി മാറും. ഇവിടുത്തെ സ്ക്രീനിൽ ലോക സിനിമകളുടെ ജാലകം തുറന്നു വയ്ക്കുമ്പോൾ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ കാണാൻ കാത്തിരിക്കുന്നുണ്ടാകും. പ്രദർശനം മലയാളം സബ് ടൈറ്റിലോടെ ആയതിനാൽ ഭാഷ ഒരു പ്രശ്നമാകാറില്ല. ഒരു നാടിനെ വായനശാലയിലേക്ക് എങ്ങനെ തിരികെ കൊണ്ടുവരാം എന്ന ചിന്തയാണ് കോലഴി സിനിമാ കൊട്ടക എന്ന ആശയത്തിന് തുടക്കമിട്ടത്. നല്ല സിനിമകളെ ഭാഷയുടെ അതിർവരമ്പുകളില്ലാതെ പ്രേക്ഷകരിൽ എത്തിക്കുന്നതിന് നല്ല വഴി മലയാളം സബ് ടൈറ്റിലുകളാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മലയാളം സബ് ടൈറ്റിലുകൾ തയ്യാറാക്കുന്ന കൂട്ടായ്മകളുടെ സഹായം തേടി. 2016 ഫെബ്രുവരിയിലായിരുന്നു ആദ്യ പ്രദർശനം. ഗ്രാമത്തിലെ സിനിമാ പ്രേമികളായിട്ടുള്ള ജനങ്ങൾക്ക് നല്ല സിനിമകൾ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം. അതിനായിട്ട് നമ്മൾ 10 വർഷമായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. ഇപ്പോൾ അതിൻ്റെ 100ാം പ്രദർശനത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അന്താരാഷ്ട്ര സിനിമകളൊക്കെ തന്നെ സാധാരണ ജനങ്ങൾക്ക് അപ്രാപ്യമാണല്ലോ. അവർക്ക് അത് കാണാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്, എന്നാൽ അവർക്കത് കാണാനുള്ള സൗകര്യം ഇല്ലാതാനും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ സബ് ടൈറ്റിലുകളെല്ലാം തന്നെ മലയാളത്തിലാക്കി അവരെ കാണിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. കലാമൂല്യമുള്ള ചലച്ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാനും അവ ചർച്ച ചെയ്യാനും വേദിയൊരുക്കി വിവിധ വായനശാലകളിൽ പ്രദർശനത്തിന് അവസരമൊരുക്കുകയെന്ന ദൗത്യവുമായി മുന്നേറുകയാണ് സിനിമാ കൊട്ടക. സിനിമയെക്കുറിച്ചറിയാൻ കൂടുതൽ ആളുകൾ എത്തുന്നുവെന്നതാണ് സമാന്തര സിനിമാ പ്രദർശനങ്ങളെ സമ്പുഷ്ടമാക്കുന്നത്. സാമൂഹിക മാധ്യമങ്ങളിൽ സിനിമാ കൊട്ടക എന്ന വാട്സപ്പ് കൂട്ടായ്മയും പ്രവർത്തകർ ഒരുക്കിയിട്ടുണ്ട്. ഈ മാസം 19-ന് കേരള സാഹിത്യ അക്കാദമിയിൽ ഇതര ഭാഷാ സിനിമകൾക്ക് മലയാളം സബ് ടൈറ്റിൽ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട സംസ്ഥാനതല ശില്പശാല സംഘടിപ്പിച്ചുകൊണ്ടാണ് 100ാമത് സിനിമ പ്രദർശിപ്പിക്കുന്നത്. കൾച്ചറൽ ഡെസ്ക് TCV.